ഇന്ന് ഞാൻ കോഴിക്കോടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തിനായാലും നല്ലൊരു സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ ഉച്ചയൂണിൻ്റെ ഒരു സമയം. നമുക്ക് ഇവരോടൊപ്പം പിന്നെ സദ്യ വിഭവങ്ങൾ വട്ടങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയത്. ഓക്കെ, നല്ല രസമുള്ള ഒരു എന്താ പറയുക ഒരുക്കങ്ങളാണ് ഇവിടെ. സദ്യ ഒരുക്കങ്ങളും സദ്യ വട്ടങ്ങളൊക്കെ ചേർന്നിട്ട് ഇവർ ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു സാറിനെ പരിചയപ്പെടണം. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു തരുമായിരിക്കും. നിർത്തിയോ? അതെന്താ നേരത്താണ്? കുറച്ചേ കഴിച്ചുള്ളൂ. കർണാടക പറഞ്ഞു കൊടുക്കും. എന്താണ് സുഖാണോ? ചോറ് കഴിച്ചോ? അഞ്ജലി ഹണി ഇവിടെ പഠിക്കുകയാണോ പഠിക്കുകയാണ്. കുറച്ച് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറച്ച് പേര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു സെക്ഷൻ അപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുക. നോക്കാം, പായസം പരിവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 32 കൂട്ടം കറി ഉണ്ടോയെന്നൊരു സംശയമാണ്. ചോദിച്ചു നോക്കാം നമുക്ക് എത്ര കൂട്ടം കറി ഉണ്ടെന്ന്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നിറച്ചും കുട്ടികളായിട്ട് ഇന്ന് എന്തൊക്കെയോ കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് വന്നിട്ട് ഒരു ചെറിയ ശല്യമായിട്ട് മാറിയോ അല്ലേ? ഞാൻ അതിനിടയ്ക്ക് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടായി മാറിയോ? എന്താണ് ഇപ്പോൾ തുടങ്ങുന്ന ഫംഗ്ഷൻ? ഇല്ല, ഫംഗ്ഷൻ തുടങ്ങിയോ? എന്നാൽ ആരംഭിച്ചോട്ടെ അല്ലേ? ഫംഗ്ഷൻ ആരംഭിച്ചിട്ടല്ലേ? മാവേലി സുഖാണോ? എൻ്റെ അപരൻ പൂക്കളവർക്ക് വെച്ചിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് രാവിലെ മുതലുള്ള ഭയങ്കര തയ്യാറെടുപ്പുകളാണ്. പൂക്കളം നമ്മൾ കണ്ടു, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ നമ്മൾ കണ്ടു. പിന്നെ തങ്കല്ലേ സാറല്ലേ? പിന്നെ അതുപോലെ തന്നെ സദ്യ കഴിച്ചോ? ഞങ്ങൾ കഴിക്കണ്ടേ? അങ്ങനെ ഓരോ സെക്ഷനായിട്ട് വിടുക ആണോ? എന്ത് എത്ര രൂപയുണ്ട് ഇതിനകത്ത്? നന്നായി. ഏതായാലും ഓണായതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ? പേര് ഐബൽ. ഇവിടെ ഇല്ലല്ല 2 ദിവസമായിട്ടുള്ളൂ. ഇനി നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടാം അല്ലേ? അവിടെ ഉണ്ടോ? ഞാൻ പൂക്കള മത്സരമാണ്. പ്രത്യേകിച്ച് അപ്പുറത്തെ അറ്റത്തും ഒരു പൂക്കളമുണ്ട്. നോക്കാം. അങ്ങനെ പൂക്കള മത്സരത്തിലെ വിജയിനെ നമ്മൾ നേരത്തെ കണ്ടു. ഫസ്റ്റ് പ്രൈസ് 1000 രൂപ സമ്മാനം ലഭിച്ചിരിക്കുകയാണ് 2 പേര്. ഏത് പൂക്കളത്തിനാണ് സമ്മാനം കിട്ടിയത്? ഇതിനാണോ? അപ്പോൾ ഈ പൂക്കളത്തിനാട്ടോ സമ്മാനം, 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഈ പൂക്കളം ഇട്ട ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ എത്ര പേരുണ്ട്? കുറേ പേരുണ്ടോ? എല്ലാവരും ഉണ്ട്. കണ്ടോ പൂക്കളിട്ട ആൾക്കാരൊക്കെ കണ്ടോ കേട്ടോ? നല്ല ഭംഗിയുള്ളൊരു പൂക്കളാണ്. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല പൂക്കളാണ്. പക്ഷേ ഒരു മത്സരമാണല്ലോ, അപ്പോൾ എന്തായാലും ഒരു വിജയി. ആ പൂക്കളിട്ട ആരാ? നിങ്ങളാണോ? മിക്സഡ് ആയിട്ട്. ഓക്കെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇവിടെ ഒരു പരിപാടി ഓണത്തിൻ്റെ ഒരു പരിപാടി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻചാർജുള്ള മേധാവികളുണ്ട്. നമുക്ക് ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. മാവേലിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാഡത്തിൻ്റെ പേര്? വിജയലക്ഷ്മി. ഇവിടെ ഫാക്കൽറ്റിയാണ്. എവിടെ താമസിക്കണമൊക്കെ? നടക്കാവ്. ജ്യോതി, ഇവിടെ കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ വൈസ് ചെയർമാനാണ്. വിനോദ്, കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ്. ആഷിഖ്, ഞാനിവിടെ കമ്മിറ്റി മെമ്പറാണ്, മാനേജിങ് കമ്മിറ്റി. എവിടെ താമസിക്കുന്നത്? പന്തീരങ്കാവ്. റോഷൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. റഷ, MC മെമ്പറാണ്, മാനേജർ. നിങ്ങളെ പരിചയപ്പെട്ടില്ലേ? മോശം. ദൃശ്യ അതെ. ദിവ്യ, കോർഡിനേറ്ററാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓണാഘോഷ പരിപാടിയൊക്കെ? നന്നായിരുന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ. തുടക്കത്തിൽ തന്നെ ഞാൻ വന്നു. അതെ. ഹാപ്പിയോ? നമ്മൾ നേരത്തെ ഇവരൊക്കെ പരിചയപ്പെട്ടു, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആളുകളാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ഓണാഘോഷ പരിപാടികളെ കുറിച്ചും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കും. ഇത് കോഴിക്കോട് ബ്രാഞ്ചാണ്. സദേൺ റീജിയൻ്റെ ബ്രാഞ്ചാണ് കോഴിക്കോട്. ഓൾ ഇന്ത്യ ബേസ്ഡ് ഇന്ത്യൻ ICIൻ്റെ. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു വിങ്ങിൻ്റെ സിക്കാസ പറഞ്ഞത് അവരുടെ ഓണാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്.
അപ്പം CAൻ്റെ അൾട്ടിമേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴിക്കോട് ബ്രാഞ്ചാണ് ഇപ്പം ഈ കാര്യം ചെയ്യുന്നത്. കോഴിക്കോട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ ഇതിന് വേറെ ബ്രാഞ്ചുകളുണ്ട്? ഇല്ല, കോഴിക്കോട് ബ്രാഞ്ച് ഒന്നേ ഉള്ളൂ. കേരളത്തിൽ ആകെ 9 ബ്രാഞ്ചേ ഉള്ളൂ. കേരളത്തിൽ 9 ബ്രാഞ്ചിൽ ഒന്ന് കോഴിക്കോടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്, ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചാർട്ടർ അക്കൗണ്ട്സിൻ്റെ ഓഫീസുകളിൽ ആർട്ടിക്കൽഷിപ്പ് എന്നൊരു 2 വർഷത്തെ പ്രോഗ്രാമുണ്ട്. അതിന് പഠിക്കുന്ന പിള്ളേരും എല്ലാം CA സ്റ്റുഡൻസാണ്. ഇവരെല്ലാവരും ഇവിടെ വന്ന് ഇന്ന് ഓണം ആഘോഷിക്കാൻ CA സ്റ്റുഡൻസാണ്. ഇതെല്ലാം കാണുന്ന സ്റ്റുഡൻസ്. ഇവിടെ കോഴിക്കോട് ബ്രാഞ്ചിൽ മൊത്തം 8000 സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെക്കോർഡ്സ് പ്രകാരം 8000 പേരുണ്ട്. പക്ഷെ പലരും പല സ്ഥലത്താണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു 3000 കുട്ടികളോട് എക്സാം എഴുതുന്നുണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ. ഇവിടെ പഠിക്കുന്നതാണെങ്കിൽ ഒരു 200 കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ല, ഇത് പലർക്കും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലുള്ള ഈ CAയുടെ ഏറ്റവും അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ICAI ആണ്. ICAIക്ക് ഇന്ത്യയിൽ ഒന്നാകെ 175 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ കേരളത്തിലുള്ള 9 ബ്രാഞ്ചിൽ ഒരെണ്ണമാണ് ഈ കോഴിക്കോട്, മലപ്പുറം, വയനാടെല്ലാം ഈ ഒരു ബ്രാഞ്ചിൻ്റെ കീഴിലാണ് വരുന്നത്. ഇവിടെയുള്ള ചാർട്ടർ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം, കുട്ടികളുടെ പഠിത്തം മലപ്പുറം, വയനാടും, കണ്ണൂരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ണൂരിലിപ്പോൾ പുതിയൊരു ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് അത് മാറ്റി. സാറ് പറഞ്ഞു കേട്ടില്ല, മാഡം നമുക്കൊരു ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത്. കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല. എന്താ സംഭവം എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ വയനാട് ജില്ലയും മലപ്പുറം ജില്ലയും ആണ് ഈ കോഴിക്കോട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു ജില്ലകളിലൊന്നും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. 200ഓളം കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശരിയാണ്. അപ്പോൾ ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും. ഹാപ്പി ഓണം. അപ്പോൾ CA ഇൻ്റർമീഡിയറ്റ് ആണ്. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. സെംവീൽ, ജെയ്സൺ, ലാഫി, അനർഗ. ശബ്ദമൊക്കെ എവിടെ പോയി? അപ്പം ഇവര് എൻ്റെ ഏരിയയിലേക്ക് ഈ മൈക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടുത്തി വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും. എന്തായാലും കുട്ടികളെ എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. നമ്മുടെ ഹായ്. പേര് ലക്ഷ്മി. ഒരു പാട്ട് പാടാം. ലക്ഷ്മി നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് ലക്ഷ്മി പാടി തരും കേട്ടോ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടിക്കും. ഉത്രാട പൂനിലാവേവാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാട പൂനിലാവേവാ. ഇനി ആരെയും പാടാനുണ്ടോ? ആരെയും പാടുന്നവരുണ്ടോ? ഇയാൾ പാടുമോ? ഇല്ല. എൻ്റെ പേര് ജിസ്ന ജോസ്. ഇവിടെ സ്വദേശമൊക്കെ കോഴിക്കോട് തന്നെ. അപ്പോൾ ഒരു 4 വരി കേൾക്കാം, നമുക്ക് പാടിക്കോ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ ഞാൻ ഒടുവിൽ നീട്ടും ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീട്ടും ചിരിയിൽ മൂടാം. ഒരു കൈയടി, അടിപൊളി. ഇങ്ങനെ ഒരു പാട്ട് ഈ കുട്ടി പാടുന്ന ആരെങ്കിലും കരുതിയിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ പെർഫോമൻസ് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നില്ല. ഇതുവരെ ആ പാട്ട് ആരെ കൊണ്ട് പാടിപ്പിച്ചിട്ടില്ല, ആരും പാടിപ്പിച്ച് നോക്കിയിട്ടുമില്ല, അല്ലേ? ആദ്യത്തെ പെർഫോമൻസ് അല്ലേ? അപ്പം നല്ലൊരു ക്ലാസ്സിൽ പാടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു നല്ല പെർഫോമൻസ് സന്തോഷത്തോടു കൂടി കാഴ്ചവെച്ച് തന്നതിൽ സന്തോഷം. അപ്പോൾ ഹാപ്പി ആണ്. താങ്ക് യു.